പാലക്കാട് മണ്ണാർക്കാട്ടെ റോഡ് കരാർ കമ്പനിയുടെ ഓഫീസ് അടിച്ചു തകർത്ത് യൂത്ത് ലീഗ് പ്രവർത്തകർ. മണ്ണാർക്കാട് അട്ടപ്പാടി റോഡ് പണി വൈകുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. ജീവനക്കാരെ കയ്യേറ്റം ചെയ്ത പ്രവർത്തകർ കമ്പ്യൂട്ടറും മേശയും കസേരയും അടക്കം തകർത്തു. കൂടുതൽ വിവരങ്ങളുമായി അജിത് ബാബു അവിടെ നിന്ന് ചേർന്നു. അജിത്ത്, ഇത് ഇത്രമാത്രം വലിയ പ്രകോപനം അല്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കാൻ, സംഘർഷം ഉണ്ടാക്കാൻ മാത്രം വലിയ പ്രശ്നമാണോ ആയിരുന്നോ അവിടെ ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ? ഈ നേതാക്കളുടെയൊക്കെ സാന്നിധ്യത്തിലാണോ ഈ അക്രമ സംഭവങ്ങൾ ഉണ്ടായത്? അവിടെ ആളുകൾക്ക് പരിക്കോ മറ്റോ ഏറ്റോ? സനീഷ്, നീണ്ട കാലമായി മണ്ണാർക്കാട് അട്ടപ്പാടി റോഡുമായി ബന്ധപ്പെട്ട് അതിന്റെ പണിയുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങളൊക്കെ ഉയർത്തുന്ന സാഹചര്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ഈ സമരം അപ്രതീക്ഷിതമായി പെട്ടെന്നുണ്ടായ ഒരു സമരമാണ്. അത്തരത്തിൽ മാർച്ച് വന്നു. അതിൽ പോലീസ് തന്നെ, നമുക്കറിയാം, പോലീസ് തന്നെ അവിടെ കാര്യമായ സ്ഥലത്തുണ്ടാകുന്ന സാഹചര്യമില്ല. മാർച്ച് വന്നു, അകത്തേക്ക് പ്രവർത്തകർ ഇടിച്ചു കയറുകയും ഫാനും കമ്പ്യൂട്ടറും ഉൾപ്പെടെ തകർത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരെ കൈകയറ്റം ചെയ്യുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. ഈ കരാർ കമ്പനിയുടെ ഓഫീസിലാണ് ഇത്തരത്തിലൊരു വലിയ തരത്തിലുള്ള പ്രതിഷേധം യൂത്ത് ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ പോലീസ് പിന്നീട് സ്ഥലത്തെത്തി പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരു ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ പോലീസിനും ഇത്തരത്തിൽ കൃത്യമായ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയധികം വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ് ഇത്രയധികം നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. ശരി, നന്ദി അജിത്ത് ആ വിവരങ്ങൾക്ക്.